എല്ലാവർക്കും സ്വാഗതം. നമ്മൾ LGS പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊതുവിജ്ഞാനം 7 ഭാഗങ്ങളിൽ നിന്നും ജീവശാസ്ത്രം ബയോളജിയിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്നിപ്പോൾ പൊതുജനാരോഗ്യത്തിൽ നിന്നും PSC ചോദിച്ചിട്ടുള്ള LGSന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്ന് പഠിക്കുന്നത്. ആദ്യത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏത്? എലിപ്പനി, ചിക്കൻ ഗുനിയ, എയ്ഡ്സ്, ഡെങ്കിപ്പനി. ഇവയിൽ ഏതാണ് വൈറസ് രോഗം അല്ലാത്തത്? ഓപ്ഷൻ എ എലിപ്പനി. രണ്ടാമത്തെ ചോദ്യം. വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. ചിക്കൻ പോക്സ്, കോളറ ചിക്കൻ ഗുനിയ, ക്ഷയം ചിക്കൻ പോക്സ്, മന്ത് ചിക്കൻ ഗുനിയ. ഏതാണ് ശരി? മൂന്നാമത്തേത് മാത്രമാണ് ശരി, ക്ഷയം ചിക്കൻ പോക്സ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡികൾ കണ്ടെത്തുക. എലിപ്പനി ഫംഗസ്, ക്ഷയം ബാക്ടീരിയ, വട്ടച്ചൊറി പ്രൊട്ടോസോവ, നിപ വൈറസ്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ക്ഷയം ബാക്ടീരിയ, നിപ വൈറസ്. ഇവ മാത്രമാണ് ശരി. 2ഉം 4ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്. വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗം. വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗം ഏതാണ്? അനീമിയ, മലേറിയ, ഗൊണേറിയ, ഡയേറിയ. ഏതാണ്? ഓപ്ഷൻ ഡി ഡയേറിയ. അടുത്തത്. താഴെ പറയുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗബാധ ഏത്? വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗബാധ ഏത്? കോളറ, ട്യൂബർകുലോസിസ്, കുഷ്ഠം, ചിക്കൻ പോക്സ്. ഏതാണ്? ഓപ്ഷൻ ഡി ചിക്കൻ പോക്സ്. അടുത്ത ചോദ്യം. ജലജന്യ രോഗം ഏതാണ്? ഈ കൊടുത്തിരിക്കുന്നവയിൽ ജലജന്യ രോഗം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് ഇ, ലെപ്റ്റോസ്പൈറോസിസ്. ഇവയിൽ ഏതൊക്കെയാണ് ജലജന്യ രോഗങ്ങൾ? ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയും ലെപ്റ്റോസ്പൈറോസിസുമാണ് ജലജന്യ രോഗങ്ങൾ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗം. നിപ, ജാപ്പനീസ് എൻസെഫലൈറ്റിസ്. മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ 2ഉം മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ 1ഉമല്ല. ഇവ രണ്ടും, നിപയും ജാപ്പനീസ് എൻസെഫലൈറ്റിസും മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. അടുത്തത്. 2023 കേരളത്തിൽ നിപ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏത്? 2023 കേരളത്തിൽ നിപ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏത്? പാലക്കാട്, വയനാട്, കോഴിക്കോട്, കണ്ണൂർ. ഏതാണ്? കോഴിക്കോട്. ഓപ്ഷൻ സി കോഴിക്കോട്. അടുത്തത്. ചിക്കൻ പോക്സിന്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ ഏത്? BCG വാക്സിൻ, ഓറൽ പോളിയോ വാക്സിൻ, വാരിസെല്ല വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ. ഏതാണ് ചിക്കൻ പോക്സിന്റെ പ്രതിരോധത്തിലുള്ള വാക്സിൻ? വാരിസെല്ല വാക്സിൻ. അടുത്തത്. കാൽ വിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാക്കുന്ന അത്ലറ്റിക് ഫുഡ്സ് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മ ജീവി ഏത്? ബാക്ടീരിയ, ഫംഗസ്, വൈറസ്, പ്രൊട്ടോസോവ. ഏതാണ്? ഫംഗസ് ആണ്. ഓപ്ഷൻ ബി ഫംഗസ്. അടുത്തത്. കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് എന്ന്? കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് എന്ന്? ഏതാണ്? 2014 നവംബർ 9. 2014 നവംബർ 9.
അടുത്തത് പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ. വേദന കുറയ്ക്കുക, ജീവൻ രക്ഷിക്കുക, ഗുരുതരാവസ്ഥ ഒഴിവാക്കുക, മുകളിൽ പറഞ്ഞതെല്ലാം. എന്താണ് പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ? മുകളിൽ പറഞ്ഞവ എല്ലാം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് നിർജ്ജലീകരണത്തിന് കൊടുക്കുന്നത് എന്ത്? നിർജ്ജലീകരണത്തിന് കൊടുക്കുന്നത് എന്ത്? ഓക്സിൻ, ആൻറ്റിബയോട്ടിക്, ORS. മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. നിർജ്ജലീകരണത്തിന് കൊടുക്കുന്ന എന്താണ്? ഓപ്ഷൻ സി ORS. അടുത്തത് താഴെ പറയുന്നവയിൽ ജീവിതശൈലീ രോഗങ്ങളിൽ പെടാത്തത് ഏത്? താഴെ പറയുന്നവയിൽ ജീവിതശൈലീ രോഗങ്ങളിൽ പെടാത്തത് ഏത്? അമിത രക്തസമ്മർദ്ദം, പക്ഷാഘാതം, ഫാറ്റി ലിവർ, മലേറിയ. ഇവയിൽ ഏതാണ് ജീവിതശൈലീ രോഗങ്ങളിൽ പെടാത്തത്? ഓപ്ഷൻ ഡി മലേറിയ. അടുത്ത ചോദ്യം, ജീവിതശൈലീ രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ജീവിതശൈലീ രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം താഴെ പറയുന്നവയിൽ ഏതാണ്? മാരകമായ വൈറസ് ബാധ, ജനിതക രോഗങ്ങൾ, അനാരോഗ്യ ഭക്ഷണശീലം, സാംക്രമിക രോഗങ്ങൾ. ഇവയിൽ ഏതാണ് ജീവിതശൈലീ രോഗങ്ങൾ ഉണ്ടാകാനുള്ള കാരണം? അനാരോഗ്യ ഭക്ഷണശീലം. അടുത്ത ചോദ്യം, 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാക്കിയ ജീവിതശൈലീ രോഗം ഏത്? 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കിയ ജീവിതശൈലീ രോഗം ഏതാണ്? ഹൃദ്രോഗം, പ്രമേഹം, ആസ്മ, സ്ട്രോക്ക്. ഏതാണ്? ഓപ്ഷൻ എ ഹൃദ്രോഗമാണ്. അടുത്തത് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലീ രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര്. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലീ രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര്. അമൃതം ആരോഗ്യം, ശലഭം, ശ്രുതി തരംഗം, സുകൃതം. ഏതാണ്? ഓപ്ഷൻ എ അമൃതം ആരോഗ്യമാണ് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലീ രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര്. അമൃതം ആരോഗ്യം. അടുത്തത് ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏത്? മാതൃജ്യോതി, മാതൃയാനം, ആയുർദളം, അശ്വമേധം. ഏതാണ്? മാതൃജ്യോതി. അടുത്തത് മാനസിക രോഗവിമുക്തരായവരുടെ പുനരധിവാസത്തിനുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേരെന്ത്? മാനസിക രോഗവിമുക്തരായവരുടെ പുനരധിവാസത്തിനുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേരെന്ത്? കുരുവിക്കൊരു കൂട്, സ്നേഹക്കൂട്, ആലില, എൻ്റെ കൂട്. ഏതാണ്? സ്നേഹക്കൂട്. അടുത്തത് കേരളം സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷ. ഒന്നുകൂടി വായിക്കാം. കേരളം സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷ. വയോ അമൃതം, വയോമൃതം, വയോമിത്രം, മന്ദഹാസം, വയോമധുരം. ഏതാണ്? വയോമിത്രം. വയോമിത്രം. അടുത്തത് മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയുടെ പേരെന്ത്? മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി. ആർദ്രം, താലോലം, സുകൃതം,
മന്ദഹാസം. ഏതാണ്? ഓപ്ഷൻ ബി താലോലം. അടുത്തത്, ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത്? ആന്റിബയോട്ടിക്കിന്റെ അമിത ഉപയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പദ്ധതി ഏത്? ഓപ്പറേഷൻ തേന, ഓപ്പറേഷൻ അമൃത്, ഓപ്പറേഷൻ ഹരിതം, ഓപ്പറേഷൻ പരിഷ്കാരം. ഓപ്പറേഷൻ അമൃതാണ് ആന്റിബയോട്ടിക്കിന്റെ അമിത ഉപയോഗം തടയുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതി. ഓപ്പറേഷൻ അമൃത്. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-24 ശ്രവണ വൈകല്യം ബാധിച്ച 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭം ഏത്? കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-24 ശ്രവണ വൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭം ഏത്? സ്നേഹ സാന്ത്വനം, സ്നേഹ സ്പർശം, ശ്രുതി തരംഗം, സമാശ്വാസം. ഏതാണ്? ഓപ്ഷൻ സി ശ്രുതി തരംഗം. അടുത്തത്, ആർദ്രം ദൗത്യത്തിന്റെ ലക്ഷ്യം എന്താണ്? ആർദ്രം ദൗത്യം ജനസൗഹൃദ ഔട്ട് പേഷ്യന്റ് സേവനം, അപകട പരിചരണം, പ്രസവ പരിചരണം, മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ആർദ്രം ദൗത്യത്തിന്റെ ലക്ഷ്യം എന്താണ്? ജനസൗഹൃദ ഔട്ട് പേഷ്യന്റ് സേവനം. അടുത്ത ചോദ്യം, അശ്വമേധം പ്രചാരണം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അശ്വമേധം പ്രചാരണം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യാൻസർ രോഗം, 5-ാം പനി, ക്ഷയം, കുഷ്ഠം. ഏതാണ്? ഓപ്ഷൻ ഡി കുഷ്ഠം. അടുത്ത ചോദ്യം, സാന്ത്വന പരിചരണം നൽകുന്നു എന്തിനാണ്? ഗർഭിണിയായ സ്ത്രീക്ക്, കിടക്കയിൽ കിടക്കുന്ന രോഗികൾക്ക്, നവജാത ശിശുവിന്. മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ ഒന്നുമല്ല. സാന്ത്വന പരിചരണം നൽകുന്നത് കിടക്കയിൽ കിടക്കുന്ന കിടപ്പ് രോഗികൾക്ക്. അടുത്തത്, 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പ് വരുത്തുന്ന പദ്ധതി. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പ് വരുത്തുന്ന പദ്ധതി. സ്നേഹപൂർവം, സമാശ്വാസം, ആരോഗ്യ കിരണം, ആശാധാര. ഏതാണ്? ആരോഗ്യ കിരണം. ഓക്കെ, അപ്പോൾ നമ്മൾ പൊതുജനാരോഗ്യം എന്നീ ഭാഗത്തു നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി കംപ്ലീറ്റ് ചെയ്തു. ഇനിയുള്ളത് ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങളാണ്. അതും ഉടനെ ഇട്ടേക്കാം. താങ്ക് യു.